പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഫിസിക്സിന്റെ വിശാലമായ ലോകത്തിലേക്ക് സ്വാഗതം. നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇങ്ങനൊരു മീഡിയത്തിൽ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ പരസ്പരം കാണാതെ ഈ ക്ലാസ്, നമ്മുടെ സെക്കൻഡ് ഇയർ ക്ലാസ് ആരംഭിക്കേണ്ടി വരുമെന്ന്. എന്തൊക്കെയായാലും എത്രയും വേഗം നമ്മൾ അതിജീവിക്കും തന്നെ നമുക്ക് വിശ്വസിക്കാം. എത്രയും വേഗം നിങ്ങളുടെയൊക്കെ മുഖം കണ്ട്, നിങ്ങളുടെ കളിയും ചിരിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട്, നിങ്ങളുടെ ചിന്തകളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ IUHSSലെ ക്ലാസ് റൂമിലുള്ള പഴയ ക്ലാസ് നമുക്ക് ആരംഭിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. അതിലേറെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സെക്കൻഡ് ഇയർ സയൻസിലെ ഫിസിക്സ് ക്ലാസ് നമുക്ക് ഇന്ന് ആരംഭിക്കാം. നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ പോർഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? അതെന്താന്നൊക്കെ നമുക്കൊന്ന് മെല്ലെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. എല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് അങ്ങ് വരട്ടെ. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഫസ്റ്റ് ഇയർ തുടങ്ങിയപ്പോ ഒരു കല്ലെടുത്തു, മുകളിലോട്ട് എറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ കല്ലിന്റെ വെലോസിറ്റി എപ്പം മുകളിലെത്തും, എപ്പം താഴെയെത്തും, എവിടെ വീഴും എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് ഇത് ബോറടിച്ചു, കല്ലെറിഞ്ഞെറിഞ്ഞ്. നമ്മളപ്പോ മെല്ലെ കല്ലൊരു ആംഗിളിൽ എറിഞ്ഞു. നമ്മൾ ഒരു ആംഗിളിൽ അതിനെ പ്രൊജക്ട് ചെയ്തു. അത് നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ. അവിടെ നമ്മൾ എന്താ ചെയ്തത്? ജാവ്ലിൻ ത്രോ, അങ്ങനെ ഡിസ്കസ് ത്രോ ഒക്കെ വരുമ്പോ ഏത് ഡിഗ്രിയിൽ എറിഞ്ഞാലാണ് ഈ സാധനം മാക്സിമം ദൂരത്തേക്ക് പോവുക എന്നുള്ള ഈ ഡിഗ്രി ഒക്കെ കണ്ടുപിടിച്ചു. അടുത്ത സ്പോർട്സിനെ, നമുക്ക് സ്കൂൾ സ്പോർട്സിനെ സയൻസുകാർ തന്നെയായിരിക്കും ത്രോ ഇനങ്ങളിൽ ഫസ്റ്റാ വരിക എന്നൊക്കെ നമ്മള് അന്ന് തീരുമാനിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ മഴയും കാറ്റൊക്കെ വരുമ്പോ ഏത് ഡയറക്ഷനിൽ കുടപിടിച്ചാലാണ്, ഏത് ഡിഗ്രിയിൽ കുടപിടിച്ചാലാണ് നമ്മൾ നനയാതിരിക്കാൻ നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നേരെ അടുത്ത ചാപ്റ്ററിലേക്ക് പോയി, ലോസ് ഓഫ് മോഷൻ. അവിടെ എന്താ ചെയ്തേ? ലിഫ്റ്റ് കയറി, ലിഫ്റ്റ് മുകളിലോട്ട് പോയി, എന്ത് സംഭവിച്ചു? ലിഫ്റ്റ് താഴോട്ട് വന്നു, എന്ത് സംഭവിച്ചു? ലിഫ്റ്റ് പൊട്ടി താഴെ വീണപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് എന്ത് സംഭവിച്ചു നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല. നമ്മുടെ മാസിന് മാറ്റമൊന്നും വരില്ല, വെയിറ്റിന് എന്ത് മാറ്റം വരും എന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചു. നേരെ വർക്ക് എനർജി പവർ. നമ്മൾ ഇക്കണ്ട കാലം ചെയ്ത വർക്കൊന്നും വർക്കല്ലാതെ നമ്മൾ തിരിച്ചറിഞ്ഞ ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ. നേരെ നമ്മുടെ റൊട്ടേഷൻ മോഷൻ. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പല കാര്യങ്ങളുടെയും കാരണങ്ങൾ കണ്ടുപിടിച്ച ചാപ്റ്ററാണ് റൊട്ടേഷൻ മോഷൻ ആൻഡ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അതിൽ ഏറ്റവും രസം ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും നന്നായി ചിരിച്ചൊരു ക്വസ്റ്റ്യൻ. പുഴുങ്ങിയ മുട്ടയും പുഴുങ്ങാത്ത മുട്ടയും തിന്നു നോക്കാതെ നമുക്ക് എങ്ങനെ തിരിച്ചു നോക്കിയിട്ട് തിരിച്ചറിയാം? ഓർക്കണില്ലേ? അതുപോലെ തന്നെ ഈ ബോൾ ഡാൻസ് ഒക്കെ ചെയ്യണവരെ ഇത്രയും സ്പീഡിൽ കറങ്ങാൻ എടുക്കുന്ന സൂത്രം എന്താന്നൊക്കെ നമ്മള് പഠിച്ചു. അതുപോലെ ഡൈവ് ചെയ്യുന്നവര് എന്തുകൊണ്ടാണ് ശരീരമൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് ഡൈവ് ചെയ്യുന്നത്, അപ്പൊ അവർക്ക് കൂടുതൽ കറങ്ങാൻ പറ്റുന്നത് എന്നൊക്കെ നമ്മള് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഇങ്ങോട്ട് വന്നു ഗ്രാവിറ്റേഷൻ. അത് ബഹുരസമായിരുന്നു. നമ്മൾ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു? ഭൂമി തുറന്ന് ഉള്ളിലേക്ക് പോയി സെന്ററിൽ വരെ എത്തി. അവിടെ നമ്മുടെ വെയിറ്റ് എന്താന്ന് നമ്മൾ നോക്കി. നമ്മൾ ഒറ്റയ്ക്കല്ല പോയത്, കൂടെ ഒരു ആരെ കൊണ്ട്? സിമ്പിൾ പെൻഡുലത്തിന് വരെ കൊണ്ടുപോയി. അത് അവിടെ ഓസിലേറ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ, പീരീഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഫ്ലൂയിഡ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക നമ്മുടെ ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറത്തിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ? നമ്മുടെ ചൂടുള്ള സൂപ്പ്, ചൂടാറിയ സൂപ്പൊക്കെ ആയിരിക്കും ആദ്യം മനസ്സിലേക്ക് വരിക. ആ ചാപ്റ്റർ പഠിപ്പിച്ച അന്നു മുതലേ നിങ്ങളുടെ പരീക്ഷ തലേദിവസം വരെ നിങ്ങളോട് എന്നും പറയാറുള്ള ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു ആ കാര്യം? ബെർണോളിസ് തിയറവും അതിന്റെ ഡെറിവേഷനും പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. അത് പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ വന്നു. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വർഷവും ചോദിക്കുന്നതാണ് എന്ന് നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞതാണ്. എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ പരീക്ഷയുടെ തലേ ദിവസം ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിരുന്നു നമ്മുടെ മറ്റേ ഗ്രൂപ്പിൽ, ഫസ്റ്റ് ഇയർ ഫിസിക്സ് ഗ്രൂപ്പില്. അതെല്ലാരും പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന് ഒരു 20 മാർക്കിൽ കൂടുതൽ നമുക്ക് എക്സാമിന് വന്നിരുന്നു. അപ്പൊ എല്ലാവരും നന്നായി എക്സാം എഴുതി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇത്രയും നേരം ഈ ഫസ്റ്റ് ഇയറിന്റെ പോർഷൻസിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഇയറിലെ മെയിൻ ആയിട്ടും പഠിച്ച ഫിസിക്സിന്റെ ബ്രാഞ്ച് മെക്കാനിക്സും പിന്നെ കുറച്ച് തെർമോഡൈനാമിക്സും ആണ്. നമ്മൾ ഈ ഫ്ലൂയിഡ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചൂടാക്കാനും തണുപ്പിക്കാനൊക്കെ പിന്നെ തെർമോഡൈനാമിക്സും ഒക്കെയാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങളല്ല, പുതിയൊരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്. അതിൽ ഏറ്റവും ആദ്യത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസം. ഈ ഇലക്ട്രോ മാഗ്നറ്റിസത്തിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അതിൽ ആദ്യത്തെ ഭാഗം
ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ആണ്. രണ്ടാമത്തെ ഭാഗം ഇലക്ട്രോ ഡൈനാമിക്സും. ഇലക്ട്രോ സ്റ്റാറ്റിക്സും ഇലക്ട്രോ ഡൈനാമിക്സും. ഈ സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, ഈ രണ്ട് വാക്കിന്റെ അർത്ഥം ഏകദേശം നമുക്കറിയാം. സ്റ്റാറ്റിക്സും ഡൈനാമിക്സും. സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? സ്റ്റാറ്റിക്സ്, അതെ, സ്റ്റേഷനറി, റെസ്റ്റ്, ചലിക്കാത്ത അവസ്ഥ. ഡൈനാമിക്സോ? ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഒഴുകിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മൂവിങ് ആയിട്ടിരിക്കുന്ന, അല്ലെ? ഈ ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോ നമുക്ക് എന്താണ് ഏകദേശം പിടികിട്ടി. ഈ ഇലക്ട്രോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാർജുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ്. അപ്പോ ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ചാർജിനെ റെസ്റ്റിലിരിക്കുമ്പോഴുള്ള പഠനത്തിനെയാണ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് വിളിക്കുക. റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. Electrostatics is the branch of physics which deals with the study of charges at rest. അപ്പൊ അത് ഏകദേശം ക്ലിയർ ആയി. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? റെസ്റ്റിലുള്ള ചാർജിന്റെ പ്രോപ്പർട്ടീസിനെയും നേച്ചറിനെയും ഒക്കെ പഠിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അടുത്തത് ഏതാ? ഇലക്ട്രോ ഡൈനാമിക്സ്. ഈ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് മൂവിംഗ് ആയിട്ടുള്ള, ഡൈനാമിക്സിന്റെ അർത്ഥം മൂവിംഗ് ആയിട്ടുള്ള ചാർജുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ചാർജ് വിച്ച് ആർ മൂവിംഗ്. ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൂവിംഗ് ചാർജ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഏതായിരിക്കും ആദ്യം പഠിക്കേണ്ടി വരിക? ആദ്യം നമുക്ക് റെസ്റ്റിലുള്ള ചാർജിനെ കുറിച്ച് പഠിക്കാം, അതായത് ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. ഈ ഇലക്ട്രോ സ്റ്റാറ്റിക്സിനെ നമ്മൾ 2 ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കുക. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ പഠിക്കാം, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇനി എന്താണ് ഈ ചാർജ്? ചാർജിന് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാൻ ചിലപ്പോ ഭാഗ്യം എന്ന് ഞാൻ പറയുന്നില്ല, നിർഭാഗ്യം ചിലപ്പോ നമ്മളിൽ ചിലർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. എന്തായിരിക്കും ആ ചാർജിന്റെ അനുഭവം? ഷോക്ക് അടിക്കുക എപ്പോഴാ? ഇലക്ട്രിസിറ്റി നമ്മളുടെ ദേഹത്തൂടെ പാസ് ചെയ്യുമ്പോഴാണ്. ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഫ്ലോ ഓഫ് ചാർജ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചാർജിനെ ചില സമയത്തൊക്കെ നമുക്ക് നിർഭാഗ്യം കൊണ്ട് അനുഭവിക്കേണ്ടി വരാറുണ്ട്. ഇതൊരു സിറ്റുവേഷൻ. ഇത് കൂടാതെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഒരു പ്രതിഭാസം, അതെന്താ? ഇടിമിന്നല്, ലൈറ്റ്നിങ്. എങ്ങനെ ലൈറ്റ്നിങ് ഉണ്ടാവുമെന്നൊക്കെ നമുക്കറിയാം. ഈ ക്ലൗഡ്സിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ചാർജുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതാണ് ലൈറ്റ്നിങ്. അത് ഇറങ്ങുന്ന വഴിയിൽ നമ്മൾ പോയി നിന്നാൽ നമ്മുടെ ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങും, നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മരത്തിലൂടെയൊക്കെയാണ് ഇത് ഇറങ്ങുന്നതെങ്കിൽ മരമൊക്കെ നിന്ന് കത്തുന്നത് നമുക്ക് കാണാം. ഇതുപോലെ ചെറിയ ചെറിയ എക്സാമ്പിൾസ്, മാജിക് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മ തന്നെ ഉണ്ടാവും, ചെറിയ ക്ലാസ്സിൽ നമ്മളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഒക്കെ പഠിച്ചത്. ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജുകൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ ഉമ്മയുടെ അടുത്തൊക്കെ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഉറച്ച് ഒരു എക്സാമ്പിൾ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓർമ്മ തന്നെ ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യാ? ഒരു സ്കെയിൽ എടുക്കും, തലയില് ഒരക്കൽ ചെയ്യും, നന്നായി റബ്ബ് ചെയ്യും. ചെറിയ ചെറിയ പേപ്പറിന്റെ കഷ്ണം എടുത്തിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് ആ പേപ്പറിനെ ആ സ്കെയില് അട്രാക്ട് ചെയ്യുന്നതും ആ പേപ്പർ ആ സ്കെയിലിന്റെ മുകളിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ ചിലപ്പോൾ അതിന്റെ പുറകിലെ കാരണമൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ്, കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന എക്സ്പെരിമെന്റ്സ് ആണ്. നമ്മളൊക്കെ മുതിർന്നെങ്കിലും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നല്ല കുട്ടിത്തം ബാക്കിയുണ്ട്. നമുക്ക് ആ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം. ഞാനല്ല ചെയ്യുന്നത്, ഒരു വീഡിയോ ആണ്, രസമുള്ള എക്സ്പെരിമെന്റ്സ് ആണ്, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. സ്ക്രീനിൽ നമുക്കൊരു അലുമിനിയത്തിന്റെ ക്യാൻ കാണാം. ഒരു സോഫ്റ്റ് ഡ്രിങ്കിന്റെ ക്യാനാണ്. അതിൻ്റെ അടുത്തേക്ക് ഒരു ബലൂൺ കൊണ്ടുവരികയാണ്. ആ ബലൂൺ കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റി? ആ ബലൂൺ ആ ക്യാനിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ബലൂണിനൊരു പ്രത്യേകതയുണ്ട്. ഈ
ക്യാനിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് ആ ബലൂണിനെ ഒന്ന് റബ്ബ് ചെയ്തിട്ടുണ്ട്. ഒരു വുള്ളൻ ക്ലോത്തുമായിട്ട് നന്നായി റബ്ബ് ചെയ്ത ശേഷമാണ് ഈ ക്യാനിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ബലൂൺ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് തന്നെ നമ്മുടെ ക്യാനും നീങ്ങുന്നുണ്ട്. ഇവിടെ ഒരു ബലൂണും ഉണ്ട്, ഡ്രൈ ആയിട്ടുള്ള ഹെയറുണ്ട്, ഒരു കുട്ടിയുടെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ. ഇനി ആ ബലൂണിനെ ആ ഹെയറുമായിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യാൻ പോവുകയാണേ. ആ നന്നായിട്ട് റബ്ബ് ചെയ്തു. എന്തു പറ്റി? ആ ബലൂൺ എടുത്തപ്പോൾ ആ ഹെയറൊക്കെ ആ ബലൂണിലെ പറ്റി പിടിച്ചിരിക്കാൻ തുടങ്ങിയില്ലേ. ഇതൊരു ടാപ്പിൽ നിന്ന് ചെറുതായിട്ട് നൂല് പോലെ വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ കാണാൻ അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഒന്നും കൂടി അതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് കുറച്ചും കൂടി വിസിബിലിറ്റി കൂട്ടുകയാണ്. കുറച്ചും കൂടി നന്നായി കാണാം വെള്ളം ഫ്ലോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അടുത്തേക്ക് ഒരു ബലൂൺ കൊണ്ടുവരും. ആ ബലൂണും ഈ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഉള്ളൻ ക്ലോത്തായിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ കാണാൻ പറ്റണേ? വാട്ടറിൻ്റെ ഫ്ലോനെ ആ ബലൂൺ ഡീവിയേറ്റ് ചെയ്യിച്ചു. ആ ബലൂൺ ആ വാട്ടറിൻ്റെ ഫ്ലോനെ അട്രാക്റ്റ് ചെയ്തു. നല്ല ഡീവിയേഷൻ ഉണ്ട് വാട്ടറിൻ്റെ ഫ്ലോയ്ക്ക്. ഈ ബലൂൺ ആ ഉള്ളൻ ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യാതെ വെച്ചാൽ ഇതൊന്നും നടക്കില്ല കേട്ടോ. ആ റബ്ബ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയത് വാട്ടറിൻ്റെ ഫ്ലോനെ. അതേ എക്സ്പെരിമെൻ്റാണ് വാട്ടറിൻ്റെ ഫ്ലോ തന്നെ കുറച്ചുകൂടി ഭംഗിയായി കാണുന്നുണ്ടെന്ന് മാത്രം. അവിടേക്ക് ആ ബലൂൺ കൊണ്ടുവരാൻ പോവാണ്. ഇവിടെ റബ്ബിങ് കാണിക്കുന്നുണ്ട്. ബലൂൺ ആദ്യം ആ ഉള്ളൻ ക്ലോത്ത് വെച്ച് നന്നായി റബ്ബ് ചെയ്യുന്നു കൂടി കാണിച്ചു. അതിനുശേഷം ബലൂൺ കൊണ്ടുവന്നു. ഇതാ വെള്ളം ആ ബലൂണിനെ അടുത്തേക്ക് പോകുന്നു. ആ ബലൂൺ ആ വെള്ളത്തിനെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു അല്ലേ. നല്ലൊരു ഡീവിയേഷൻ അതിൻ്റെ ഫ്ലോയ്ക്ക്. ഇനി അടുത്തത് കാണുന്നത് ഒരു ആംബറാണ്. ആംബർ എന്ന് പറഞ്ഞാൽ കോണിഫർ ട്രീയുടെ ഫോസിലിൻ്റെ റെസിനാണ്. ഈ ആംബറിനെ ഒരു വുഡൻ ക്ലോത്തിൽ നന്നായിട്ട് റബ്ബ് ചെയ്യാൻ പോവാണേ. വുഡൻ ക്ലോത്തല്ല, ഉള്ളൻ ക്ലോത്തിൽ നന്നായിട്ട് റബ്ബ് ചെയ്യാൻ പോവാണ്. അടുത്തൊരു ഫെദർ, ഒരു തൂവലിരിക്കുന്നത് കാണാണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത ശേഷം ആ തൂവലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ടച്ച് ചെയ്തിട്ടില്ല, അടുത്തേക്ക് കൊണ്ടുവന്നു. ആ തൂവല് ആ ആംബറിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടു അല്ലേ. ഇവിടെയൊക്കെ റബ്ബിങ് നടക്കുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതൊരു ഗ്ലാസ് റോഡ്, ഒരു നീല പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതൊരു ഗ്ലാസ് റോഡാണ്. പേപ്പറായിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തു, സ്റ്റാൻഡിൽ വെച്ചു. ഇനി വേറൊരു ഗ്ലാസ് റോഡ് എടുത്തു, വീണ്ടും റബ്ബ് ചെയ്തു. ഇപ്പം എന്താ കാണുന്നത്? ആ ഗ്ലാസ് റോഡുകൾ തമ്മിലൊരു അട്രാക്ഷനാണോ? അല്ല, തമ്മിലൊരു റിപ്പൾഷൻ. ഇനി ആംബർ എടുത്തു, വീണ്ടും റബ്ബ് ചെയ്തു. ഇനി ഗ്ലാസ് റോഡിൻ്റെ അടുത്തേക്ക് വെക്കും. റബ്ബിങ്ങിന് ശേഷം ഗ്ലാസ് റോഡിൻ്റെ അടുത്തേക്ക് വെക്കും. ഇപ്പോൾ എന്താ ഉണ്ടായത്? അട്രാക്ഷനാണോ റിപ്പൾഷനാണോ? നന്നായിട്ട് അട്രാക്ഷൻ നടന്നു. ഗ്ലാസ് റോഡ് വെച്ചപ്പോൾ റിപ്പൾഷനും ആംബർ വെച്ചപ്പോൾ അട്രാക്ഷനും നടന്നു. ഒന്നുകൂടി വ്യക്തമായിട്ട് കാണിക്കുകയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്, ഇത് റിപ്പല് ചെയ്യുന്നത്. ഇനി ഒരു ചാക്കിൻ്റെ കഷ്ണമാണ്, പ്ലാസ്റ്റിക് ചാക്കിൻ്റെ കഷ്ണമാണ്. അതിങ്ങനെ ഓരോ സ്ട്രാൻഡ്സായിട്ട് വിടർത്തി വെച്ചിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ള സ്ട്രാൻഡ്സായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സ്ട്രാൻഡ്സിനെ നന്നായിട്ട് റബ്ബ് ചെയ്യാൻ പോവാണ് കൈകൊണ്ട്. നന്നായി റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കാണാം? ഓരോ നൂലും സെപ്പറേറ്റ് ചെയ്ത്, അതായത് റിപ്പല് ചെയ്ത് നിൽക്കുന്നത് കാണാം. കയ്യിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ പരസ്പരം റിപ്പല് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ എക്സ്പെരിമെൻ്റ് ഏകദേശം നല്ല രസമുള്ള കുറെ എക്സ്പെരിമെന്റ്സ് നമ്മൾ കണ്ടു. നമുക്കറിയേണ്ടത് ഇതിന്റെ പിന്നിലുള്ള കാരണമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്റ്റാറ്റിക് ചാർജസ് ആണ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഈ ചാർജിന് ആദ്യം ആരാ കണ്ടുപിടിച്ചതെന്നറിയോ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കുന്നതിനൊക്കെ 150 വർഷങ്ങൾക്ക്, ഏകദേശം 150 വർഷങ്ങൾക്ക് മുൻപാണ്
ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ചാർജ് എന്നൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു വെച്ചത്. ചാർജ് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ടെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞു വെച്ചു. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നല്ല രസമുള്ള കുറെ കഥകള്, സിനിമ വരെ ഇദ്ദേഹത്തിന്റെ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. ഒരു കൈറ്റ് ഉപയോഗിച്ച്, പട്ടത്തിന്റെ നനഞ്ഞ നൂലുപയോഗിച്ച് ഇദ്ദേഹം ആ മിന്നലിനെ ഭൂമിയിലേക്ക് ഇറക്കാൻ ശ്രമിക്കുകയും അപകടം സംഭവിക്കുകയും ബോധക്ഷയമൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനും കൂടിയാണ്, സയന്റിസ്റ്റും കൂടിയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇദ്ദേഹമാണ് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു വെച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യത്തെ എക്സ്പെരിമെന്റ് ഒന്ന് എടുക്കാം. അതായത് നമ്മൾ ചെയ്തത് നമ്മളിലേക്ക് നമുക്ക് പിന്നെ വരാം. പറഞ്ഞ എക്സ്പെരിമെന്റ്, നമ്മൾ ചെറുപ്പത്തിൽ ചെയ്ത എക്സ്പെരിമെന്റ്, സ്കെയിൽ എടുത്തിട്ട് മുടിയിൽ നന്നായി റബ്ബ് ചെയ്തിട്ട് പേപ്പർ കഷ്ണം, കുഞ്ഞു പേപ്പർ കഷ്ണത്തിന്റെ മുകളിൽ വെച്ചാൽ ആ പേപ്പർ തൊടാതെ വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ ആ സ്കെയിലിന്റെ മുകളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അതിന്റെ കാരണം അവിടെ ട്രാൻസ്ഫർ ഓഫ് ചാർജസ് നടന്നു. ഈ ട്രാൻസ്ഫർ ഓഫ് ചാർജസ് എങ്ങനെ ഉണ്ടാവുക? ഈ ഇലക്ട്രോണുകളാണ് ഇതിന്റെ മൂല കാരണം. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും. അപ്പോ ആർക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു അവർക്ക് പോസിറ്റീവ് ചാർജും, ആർക്ക് ഇലക്ട്രോൺ ലഭിക്കുന്നു അവർക്ക് നെഗറ്റീവ് ചാർജും. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോൺ ലഭിച്ച ആൾക്ക് എപ്പോഴും നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. മറ്റേ ആൾക്ക് നെഗറ്റീവ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. അപ്പൊ നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെന്റ്, നമ്മള് റബ്ബ് ചെയ്തപ്പോൾ, സ്കെയിലിനെ എടുത്തിട്ട് തലയിൽ റബ്ബ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെന്റിൽ കണ്ട പോലെ സിൽക്കും ബലൂണും തമ്മിൽ റബ്ബ് ചെയ്തപ്പോ, അങ്ങനെ പല വസ്തുക്കളെയും നമ്മൾ ഗ്ലാസ് റോഡൊക്കെ റബ്ബ് ചെയ്യുന്നത് കണ്ടു. എവിടെയെങ്കിലുമൊക്കെ റബ്ബ് ചെയ്ത സമയത്ത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ നടന്നിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ പറയുമ്പോൾ മുടിയിൽ നിന്ന് നമ്മുടെ സ്കെയിലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ സ്കെയിലിൽ നിന്ന് മുടിയിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഈ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ ആ സ്കെയിലിന് പോസിറ്റീവ് ചാർജ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടായിട്ടുണ്ടാവും. ഇലക്ട്രോൺ നമ്മുടെ സ്കെയിലിനാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ചാർജ്, അതല്ല ഇലക്ട്രോണിനെ ലഭിക്കുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള നമ്മുടെ സ്കെയില് ആ പേപ്പറിലെ ആരെ അട്രാക്ട് ചെയ്യും? പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും. നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചു തുടങ്ങിയതാണ്. പോസിറ്റീവും നെഗറ്റീവും അട്രാക്ട് ചെയ്യും, അതായത് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യും, അതുപോലെ ഓപ്പോസിറ്റ് അല്ലാത്ത സിമിലർ ആയിട്ടുള്ള ചാർജസ് റിപ്പൽ ചെയ്യും. അപ്പൊ നമ്മുടെ സ്കെയിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. പേപ്പറിലുള്ള ആരെയായിരിക്കും അത് അട്രാക്ട് ചെയ്യുക? പേപ്പറിലുള്ള പോസിറ്റീവ് ചാർജസിന് അത് അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുമ്പോ ആ പേപ്പറും കൂടി, ചെറിയ പേപ്പർ അല്ലേ, ആ പേപ്പറും കൂടി ആ സ്കെയിലിന്റെ അടുത്തേക്ക് പോകും. വലിയ പേപ്പർ കഷ്ണത്തിനൊന്നും അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞു പേപ്പറിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് അവിടെ ഉണ്ടായാൽ കുറച്ച് ചാർജിന് ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പിന്നിലെ രഹസ്യം. ഇനി നമുക്ക് അറിയേണ്ടത് ഈ രണ്ട് മെറ്റീരിയലിലെ ആർക്കായിരിക്കും പോസിറ്റീവ് ചാർജ് കിട്ടുക, ആർക്കായിരിക്കും നെഗറ്റീവ് ചാർജ് കിട്ടുക. ആർക്കാണോ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ അയാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. നമുക്കറിയാം ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ, വാങ്ങാനുള്ള കഴിവാണ്. ആർക്കാണോ ഇലക്ട്രോൺ അഫിനിറ്റി കുറവ് അയാൾക്കപ്പോ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം അയാളാണല്ലോ ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് നമ്മുടെ സ്കെയിൽ, പ്ലാസ്റ്റിക് സ്കെയിലും അതുപോലെ നമ്മുടെ ഹെയറും തമ്മിൽ റബ്ബ് ചെയ്തപ്പോൾ ഇവിടെ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ. ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, ഹെയറും പ്ലാസ്റ്റിക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ പ്ലാസ്റ്റിക്കിനാണ്. അപ്പൊ ആരായിരിക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുക? പ്ലാസ്റ്റിക് സ്കെയില് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി. കാരണം അത് ഇലക്ട്രോണിനെ വാങ്ങും, ഹെയറിൽ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങും. അപ്പൊ ഹെയർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. അപ്പൊ നമ്മൾ ചെയ്ത നേരത്തെ എല്ലാ എക്സ്പെരിമെന്റ്, നമ്മൾ കണ്ട എല്ലാ എക്സ്പെരിമെന്റിലും ആരാണ് പോസിറ്റീവ് ആവുക, ആരാണ് നെഗറ്റീവ് ആവുക നമുക്കൊന്ന് നോക്കാം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ചാർട്ട് കാണാം.
കുറേ മെറ്റീരിയൽസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ മെറ്റീരിയൽസ് ഒരു പ്രത്യേക ഓർഡറിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ടേംസിലാണ് അതിനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ താഴേക്ക് വരും തോറും ഉള്ള മെറ്റീരിയൽസിൻ്റെ ഇലക്ട്രോൺ അഫിനിറ്റി കൂടി വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 മെറ്റീരിയൽ എടുക്കുക എന്നിരിക്കാം. ആ 2 മെറ്റീരിയലുകൾ തമ്മിലാണ് നമ്മൾ റബ്ബ് ചെയ്തതെങ്കിൽ അതിലെ ആദ്യം എഴുതിയ മെറ്റീരിയലിനെ പോസിറ്റീവ് ചാർജും രണ്ടാമത് എഴുതിയ മെറ്റീരിയലിനെ നെഗറ്റീവ് ചാർജ് കിട്ടും. കാരണം താഴോട്ട് വരുന്നതോറാണ് ഇലക്ട്രോൺ അഫിനിറ്റി കൂടി വരുന്നത്. ഇനി നമ്മൾ ചെയ്ത കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നോക്കാം. ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ഇവിടെ കിടക്കുന്നത് ഹെയറും ബലൂണും തമ്മിൽ റബ്ബ് ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതിലെ ബലൂണും ഹെയറും ഈ ചാർട്ടിൽ എവിടെയാണെന്ന് നോക്കാം. ഇതിലെ ബലൂൺ താഴെയായിട്ടാണ്, റബ്ബർ ബലൂണ്. ഹെയർ ഏകദേശം മുകളിലാണ്. അപ്പോൾ ആദ്യം ഹെയർ പിന്നെ ബലൂണ്. അപ്പോൾ ആരായിരിക്കും പോസിറ്റീവ് ആവുക? ഹെയർ പോസിറ്റീവ് ആവും, ബലൂണ് നെഗറ്റീവും ആവും. ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് അലുമിനിയം ക്യാനും ബലൂണും തമ്മിലുള്ള എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ആ കേസിൽ ബലൂൺ റബ്ബ് ചെയ്തത് വുള്ളൻ ക്ലോത്തിലാണ്. അപ്പോൾ ഈ ചാർട്ടിൽ നോക്കൂ, വുള്ളൻ ക്ലോത്ത്, വൂള് ഏറ്റവും മുകളിലുമാണ്, അതിൻ്റെ താഴെയാണ് റബ്ബർ ബലൂൺ. അപ്പോൾ ആർക്കായിരിക്കും പോസിറ്റീവ് ആവുക? വുള്ളൻ ക്ലോത്ത് പോസിറ്റീവും ആവും, ബലൂണ് നെഗറ്റീവും ആവും. ഇവിടുത്തെ മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് ആംബർ നമ്മൾ റബ്ബ് ചെയ്തത് വുള്ളൻ ക്ലോത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെയും ചാർട്ടിലെ വുള്ളൻ ക്ലോത്ത്, വൂള് മുകളിലും ആംബർ താഴെയും. അപ്പോൾ വൂളിനെ പോസിറ്റീവ് ചാർജും ആംബറിനെ നെഗറ്റീവ് ചാർജും. ഇവിടെ നാലാമതായി കൊടുത്തിരിക്കുന്നത് വാട്ടറിൻ്റെ ഫ്ലോനെ ഡീവിയേറ്റ് ചെയ്ത എക്സ്പെരിമെൻ്റ് ആണെങ്കിലും റബ്ബർ ബലൂണാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. ഇവിടെ അതിന് പകരം ഒരു കോമ്പാണ്, ഒരു ചീപ്പാണ്. ഈ ചീപ്പ് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് മിക്കവാറും ഈ ടേബിളിലെ അവസാനത്തിലാണ് വരേണ്ടത്. ഹെയറുമായിട്ടായിരിക്കും റബ്ബ് ചെയ്തിട്ടുണ്ടാവുക. ഹെയർ മുകളിൽ തന്നെയാണ്. അപ്പോൾ ഹെയറിനെ പോസിറ്റീവ് ചാർജും കോമ്പിനെ നെഗറ്റീവ് ചാർജും. ഈ രീതിയിലാണ് ഒരു പെയർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആർക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, ആർക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുമെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അടുത്തതായി നമുക്ക് ഏതൊക്കെ രീതിയിൽ ഒരു ബോഡിനെ നമുക്ക് ചാർജ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സാധാരണ 3 രീതിയിലാണ് അതിനെ പറയാ. 3 ടൈപ്സ് ഓഫ് ചാർജിങ് ഉണ്ടെന്നാ പറയാ. അതിനകത്ത് ഫസ്റ്റ് ആണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ എക്സ്പെരിമെന്റും ചാർജ് ചെയ്തത് ഫ്രിക്ഷൻ വഴിയാണ്. അവിടെ എവിടെയാ ഫ്രിക്ഷൻ ഉണ്ടായത്? നമ്മൾ അവിടെ റബ്ബ് ചെയ്തു അല്ലെ? റബ്ബ് ചെയ്യുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നു. ആ ഫ്രിക്ഷൻ വഴിയാണ് അവിടെ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. അതുകൊണ്ട് ആ ചാർജിങ്ങിനെ നമ്മൾ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയും. അടുത്തത് സെക്കൻഡ് മെത്തേഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. അത് വളരെ സിമ്പിൾ ആണ്. ഒരു ചാർജ് ഉള്ള ഒരു ബോഡീനെ ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യിച്ചു, രണ്ടും തമ്മിൽ ടച്ച് ചെയ്യിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ചാർജ് ഉള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് ചാർജ് മൂവ് ചെയ്യും, ചാർജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഈ ടൈപ്പ് ഓഫ് ചാർജിങ്ങിനെ വിളിക്കുന്ന പേരാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. മൂന്നാമത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇവിടെ 2 രീതിയിൽ നമുക്ക് ചാർജിങ് ബൈ ഇൻഡക്ഷൻ നടത്താം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരു മെറ്റലിന്റെ സ്പിയർ ഉണ്ട്. ഈ സ്പിയർ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ സ്പിയറിലെ ചാർജ് ഉണ്ടോ? ചാർജ്ഡ് ആണോ ഈ സ്പിയർ? അല്ല. അവിടെ ഞാൻ പോസിറ്റീവും നെഗറ്റീവും വരച്ചു എന്ന് വെച്ചിട്ട് ചാർജ്ഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ചാർജ്ഡ് അല്ല. ഈ സ്പിയർ ന്യൂട്രൽ സ്റ്റേറ്റിലാണ്. ഇതിന്റെ അകത്തുള്ള പോസിറ്റീവും നെഗറ്റീവും അതിന്റെ എണ്ണം നോക്കി നോക്കിയേ, സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മെറ്റൽ സ്പിയർ ന്യൂട്രൽ സ്റ്റേറ്റിലാണ്. എക്സസ് ആയിട്ട് ഒരു ചാർജും ഇതിലില്ല. ഇനി ഈ സ്പിയറിന്റെ അടുത്തേക്ക് ഞാൻ ചാർജ്ഡ് ആയിട്ട് ഒരു ബോഡി, ഒരു ഗ്ലാസ് റോഡോ മറ്റെന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കുകയാണ്. അടുത്തേക്ക് ടച്ച് ചെയ്യില്ല, അടുത്ത് കൊണ്ടുവന്ന് വെക്കാൻ പോവാണ്. ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു റോഡാണ് ഇതിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അടുത്താണ് വെച്ചിരിക്കുന്നത്, ടച്ചിങ് ഇല്ല. ഇപ്പൊ ഇതിന്റെ അകത്തുള്ള പോസിറ്റീവ് ചാർജിനും നെഗറ്റീവ് ചാർജിനും എന്ത് തോന്നും? അവരെന്ത് ചെയ്യും? നമ്മുടെ സ്കൂളിലെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ടീച്ചർ ഇല്ലാത്ത സമയത്ത് ക്ലാസ്സിന്റെ പുറത്ത് നല്ല സുന്ദരിയായ പെൺകുട്ടികൾ പോകുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിന് എന്ത് തോന്നും? അവര് എന്ത് ചെയ്യും? മെല്ലെ പുറത്തേക്ക് ഇങ്ങനെ വന്നാൽ ചെല്ലക്കലൊക്കെ ഒന്ന് വന്ന് കഴുത്തൊക്കെ പുറത്തിട്ട് ഇങ്ങനെ നോക്കും.
തെറ്റിദ്ധരിക്കേണ്ടാലും സഹോദര തുല്യമായ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചതാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയെങ്കിൽ അതെന്റെ കുറ്റമല്ല. പിന്നെ ഈ നടന്ന് നമ്മുടെ ക്ലാസ്സിലേ അല്ല കേട്ടോ, വേറെ ഏതോ സ്കൂളിലെ ഏതോ കുട്ടികൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പോസിറ്റീവിന് നെഗറ്റീവിന് എന്ത് തോന്നും? ഇവിടുത്തെ ഓപ്പോസിറ്റ് ചാർജിന്, പുറത്ത് പെൺകുട്ടിയാണെങ്കിൽ അകത്തിരിക്കുന്ന ആൺകുട്ടികൾക്ക്, ഇവിടുത്തെ ഓപ്പോസിറ്റ് ചാർജിന്, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ആരാ ഓപ്പോസിറ്റ്? പോസിറ്റീവ് ആണല്ലേ ഓപ്പോസിറ്റ്. ഈ പോസിറ്റീവ് ചാർജ് എല്ലാം ഇതിന്റെ അടുത്ത് വന്നു നിൽക്കും, ഈ ഗ്ലാസ് റോഡിന്റെ അടുത്ത് വന്നു നിൽക്കും. നെഗറ്റീവ് ചാർജോ അവർക്ക് ഇതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, അവർ ഇപ്പുറത്തെ സൈഡിലും വന്നു നിൽക്കും. ഈ രീതിയിൽ നിൽക്കും. അപ്പൊ പോസിറ്റീവ് ചാർജ് ഒക്കെ ഇവിടെ, നെഗറ്റീവ് ചാർജ് ഒക്കെ ദൂരെ. ഇനി നമ്മൾ ഈ കണ്ടക്ടറിന് ഇവിടെ നിന്നൊന്ന് എർത്ത് ചെയ്തു എന്നിരിക്കും. എന്ത് എർത്ത് ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വയറോ എന്തെങ്കിലും കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് ഭൂമിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിനാണ് എർത്തിങ് എന്ന് പറയുന്നത്. ഈ ഭൂമി എല്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. എക്സസ് ആയിട്ടുള്ള ചാർജ് ഒക്കെ നമ്മുടെ ഭൂമി സ്വീകരിച്ചോളും. ഇങ്ങനെ വയറിട്ട് കണക്ട് ചെയ്യുന്നതിനാണ്, ഇതാണ് എർത്തിങ്. ഇങ്ങനെ ഒരു വയറിട്ട് കണക്ട് ചെയ്തപ്പോ ഈ നെഗറ്റീവ് ചാർജ് ഒക്കെ എന്ത് ചെയ്യും? നേരെ ഭൂമിയിലേക്ക് പോകും. പോസിറ്റീവ് പോവോ? ഇല്ല, അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. അവര് ഈ റോഡിനെ നോക്കി നിൽക്കുക. പോസിറ്റീവ് ഈ റോഡുമായിട്ടുള്ള അട്രാക്ഷൻ കാരണം പോകില്ല, നെഗറ്റീവ് അങ്ങ് ഭൂമിയിലേക്ക് പോകും. ഇതിനുശേഷം നമ്മൾ എർത്തിങ് അങ്ങ്, ഈ നെഗറ്റീവ് ഒക്കെ പോയി കഴിയുമ്പോൾ എർത്തിങ് അങ്ങ് ഒഴിവാക്കും. നമ്മൾ എർത്തിങ് ഒഴിവാക്കി. ഇപ്പൊ ഇതിനകത്ത് ആരുള്ളത്? പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി ഗ്ലാസ് റോഡിനെ ഒഴിവാക്കിയെന്നിരിക്കും. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? പിന്നെ പഴയ അവസ്ഥയിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കും. അപ്പോ ഈ കണ്ടക്ടർ എന്തായി? ഈ കണ്ടക്ടർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. ഈ രീതിയിലുള്ള ചാർജിങ്ങിനെ വിളിക്കുന്ന പേരാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. മറക്കോ? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇനി ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഇങ്ങനെ എർത്ത് ചെയ്യാതെ വേറെ രീതിയിലും കൂടി ചെയ്യാം. അത് നമുക്കൊന്ന് ചിത്രത്തിൽ കണ്ടു. അസൈൻമെന്റ് ആണ്. ഇവിടെ എങ്ങനെയാണ് ഇൻഡക്ഷൻ വഴി ചാർജിങ് നടക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അടുത്ത ദിവസം ഒരു അസൈൻമെന്റ് പോലെ എഴുതിയിട്ട് വെക്കണം. 3 ടൈപ്പ് ഓഫ് ചാർജിങ് പഠിച്ചു. ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഈ 3 ടൈപ്സ് ഓഫ് ചാർജിങ്ങിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്തിട്ട് കുറച്ച് കൺക്ലൂഷൻസിലേക്ക് എത്താം. ആദ്യത്തെ 2 ടൈപ്പ് ചാർജിങ് കോണ്ടാക്ട് വഴിയാണ് നടക്കുന്നത്. അതായത് ഫ്രിക്ഷനിലും അതുപോലെ ചാർജിങ് ബൈ കണ്ടക്ഷനിലും ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. ഇൻഡക്ഷനിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വേണ്ട. അത് ആദ്യത്തെ കൺക്ലൂഷൻ. ഇനി രണ്ടാമത്തെ കൺക്ലൂഷന് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഈ ഫ്രിക്ഷൻ വെച്ച് ചാർജ് ചെയ്ത കേസുകളിലെ സബ്സ്റ്റൻസിന്റെ ഒക്കെ മെറ്റീരിയൽസിന്റെ ഒക്കെ പ്രത്യേകത, അവര് കണ്ടക്ടേഴ്സ് ആയിരുന്നോ അതോ ഇൻസുലേറ്റേഴ്സ് ആയിരുന്നോ? നമ്മളപ്പോ ആരെയൊക്കെ ഉപയോഗിച്ചത്? സ്കെയില്, അതുപോലെ ഗ്ലാസ് റോഡ്, റബ്ബറിന്റെ ബലൂണ്, സിൽക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത്. വുള്ളൻ ക്ലോത്ത് ഒക്കെ. അവരൊക്കെ സാധാരണ കണ്ടക്ടേഴ്സ് ആണോ ഇൻസുലേറ്റേഴ്സ് ആണോ? അവരൊക്കെ അതെ ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പൊ ചാർജിങ് ബൈ ഫ്രിക്ഷൻ നടക്കണമെങ്കിൽ ഈ നമ്മുടെ 2 മെറ്റീരിയലും ആരായിരിക്കണം? നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കണം, കണ്ടക്ടേഴ്സ് ആകരുത്. കണ്ടക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഒക്കെ നടന്നാലും അത് ആ ബോഡിയിൽ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കും. അതിന് കണ്ടക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിന്റെ ഇഫക്റ്റ് അവിടെ ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ഇൻസുലേറ്റേഴ്സിനെ ഉപയോഗിച്ചെങ്കിൽ ചാർജ് എവിടെ വന്നോ അവിടെ തന്നെ ആ ചാർജ് ഇരിക്കും. അപ്പൊ അതിന് നമുക്ക് ബാക്കി അട്രാക്ട് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് കണ്ടക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ. പേര് തന്നെയുണ്ട്, കണ്ടക്ടേഴ്സിനെ മാത്രമേ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ കണ്ടക്ടേഴ്സ് ആയിരിക്കണം. മൂന്നാമത്തെ നമ്മൾ ചെയ്തേതാ? ഇൻഡക്ഷൻ. ഇൻഡക്ഷന്റെ കേസിലും കണ്ടക്ടേഴ്സിനെയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുക. ഇനി ഒരു കാര്യം കൂടി, ഇങ്ങനെയൊക്കെ ചാർജിങ് നടക്കുമ്പോൾ അവിടെ മാസിന് വല്ല മാറ്റം ഉണ്ടാവും ആ ബോഡിക്ക്. മാസിനെ, നിങ്ങളാണ് അതിന്റെ മറുപടി പറയേണ്ടത്. മാസിനെ എന്തെങ്കിലും നന്നായിട്ട് ആലോചിക്കും, മാറ്റം ഉണ്ടാകുമോ? അപ്പൊ ചാർജിങ് എന്താന്ന് മനസ്സിലേക്ക് വരണം. എന്താ ചാർജിങ്? ഇലക്ട്രോണിന്റെ ഫ്ലോ. ഒരു ബോഡിയിൽ നിന്ന്
വേറൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു. ഒരാൾക്ക് ഇലക്ട്രോൺ കിട്ടുന്നു, മറ്റേയാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഇലക്ട്രോൺ കിട്ടുകയും നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ മാസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഉത്തരത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. മാസിന് മാറ്റം വരുമോ? മാറ്റം വരും. കാരണം മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ, അല്ലെ? മാസ് അറിയാലോ നിങ്ങൾക്ക്. ഇലക്ട്രോണിന്റെ 9.1 × 10⁻31 kg ഉള്ള ആളാണ് നമ്മുടെ ഇലക്ട്രോൺ. അപ്പോ ഇലക്ട്രോൺ ആർക്ക് നഷ്ടപ്പെടുന്നോ അയാളുടെ മാസ് കുറയും. ഇലക്ട്രോൺ ആർക്ക് ലഭിക്കുന്നോ അയാളുടെ മാസ് കൂടും. ഈ ചാർജസ് ലോ ഓഫ് കൺസർവേഷൻ ഒബേ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ലോ ഓഫ് കൺസർവേഷനെ ഒബേ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിവിടെ പുതിയ ചാർജിനെ ക്രിയേറ്റ് ചെയ്യുകയോ ഉള്ള ചാർജിനെ നശിപ്പിക്കുകയോ ഒന്നും ഡിസ്ട്രോയ് ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ചാർജിനെ ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത് ലോ ഓഫ് കൺസർവേഷനെ ഒബേ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ് ഒന്ന് പരിചയപ്പെടാം. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ഇലക്ട്രോസ്കോപ്പ്, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അപ്പൊ അതിന്റെ പാർട്സ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ആ ഗ്ലാസിന്റെ ജാർ. ആ ജാർ എവിടെ വെച്ചിരിക്കുന്നത്? ഒരു ഇൻസുലേറ്റിംഗ് ഒരു വുഡൻ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെന്തുണ്ട്? ഒരു മെറ്റലിന്റെ റോഡ് അതിന്റെ സെന്ററിലൂടെ ഒരു റബ്ബറിന്റെ കോക്ക് വെച്ചിട്ട് തൂക്കിയിട്ടുണ്ട്, ഹാങ് ചെയ്തിട്ടുണ്ട്. ആ റോഡിന്റെ ഏറ്റവും മുകളിലൊരു മെറ്റലിന്റെ ഡിസ്ക് കാണാം, അല്ലെ? മെറ്റലിന്റെ പരന്നൊരു ഡിസ്ക്. താഴെയോ? താഴെ നമുക്കൊരു ഗോൾഡ് മെറ്റലിന്റെ ഒരു ഫോയിൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു. ഇതാണ് ഫോയിലെങ്കിൽ ഇതിനെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു. ഇതിന്റെ മുകളിലെ റോഡിന്റെ മുകളിലെ ഒരു മെറ്റലിന്റെ ഡിസ്ക്. ഇത്രയാണ് നമ്മുടെ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇതെന്തിനാ ഉപയോഗിക്കുക? ഒരു വസ്തുവിനെ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അപ്പോ ഇതെങ്ങനെ പ്രവർത്തിക്കാൻ നമുക്ക് നോക്കാം. നമുക്ക് ഏത് വസ്തുവിനാണോ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടത്, ആ വസ്തുവിനെ ഇതിന്റെ മുകളിൽ ഒരു ഡിസ്ക് കാണാല്ലേ, ഒരു മെറ്റലിന്റെ ഡിസ്ക്, ആ ഡിസ്കിന്റെ മുകളിൽ ടച്ച് ചെയ്യിക്കും. അപ്പൊ നമ്മുടെ ബോഡിയിൽ, നമ്മൾ കൊണ്ടുവന്ന ബോഡിയിൽ ചാർജ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കണ്ടക്ഷൻ വഴി ആ ബോഡിയിലുള്ള ചാർജ് എങ്ങോട്ട് ഇറങ്ങും? ആ ഡിസ്കിലേക്ക് ആദ്യം വരും. മെറ്റലിന്റെ ഡിസ്കാണ്, ഡിസ്കിലേക്ക് വരും. ആ ഡിസ്കിൽ നിന്ന് ആ റോഡിലേക്ക്, മെറ്റലിന്റെ റോഡിലേക്ക് വരും. ആ റോഡിൽ നിന്ന് ആരിലേക്ക് വരും? ആ ഗോൾഡിന്റെ ലീഫ്, അത് മെറ്റലാണല്ലോ, ആ ഗോൾഡിന്റെ ലീഫിലേക്ക് വരും. ഇതാണ് ഗോൾഡിന്റെ ലീഫ് എന്ന് വിചാരിക്കാം. ഇതിന്റെ മുകളിലാണ് നമ്മുടെ മെറ്റലിന്റെ റോഡ്, അതിന്റെ മുകളിൽ ഡിസ്ക്. ഈ ബോഡി ഇതിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ, ഡിസ്കിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ആ ബോഡിയിലുള്ള ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ലീഫിൽ എത്തിയിട്ടുണ്ടാവും, അല്ലെ? ഈ ലീഫിലേക്ക് അപ്പോ രണ്ട് ഭാഗത്തും സെയിം ചാർജ് ആയിരിക്കും വരിക. ഇവിടെയും പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ്, അല്ലെങ്കിൽ ഇവിടെയും നെഗറ്റീവ്, ഇവിടെയും നെഗറ്റീവ്. രണ്ട് സ്ഥലത്തും സെയിം ചാർജ് വന്നു കഴിഞ്ഞാൽ ചാർജിന് എന്ത് തോന്നും? ചാർജ് റിപ്പല് ചെയ്യും. ചാർജ് റിപ്പല് ചെയ്യുമ്പോൾ ഈ ഫോയിൽ എന്താവും? ഈ ഫോയില് ഡൈവേർജ് ചെയ്യും. ഇതാണ് ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ടെസ്റ്റ്. അപ്പൊ നമുക്ക് ഏത് ബോഡിയാണോ ടെസ്റ്റ് ചെയ്യാനുള്ളത്, ആ ബോഡീനെ നമ്മൾ ആ ഡിസ്കിലേക്ക് വന്ന് ടച്ച് ചെയ്യിക്കും. ടച്ച് ചെയ്യുമ്പോൾ ഇത് റിപ്പല് ചെയ്യുകയാണെങ്കിൽ, ഇത് ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? ആ ബോഡിയിൽ ചാർജ് ഉണ്ട്. ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ എന്ത് പറയാം? ആ ബോഡിയിൽ ചാർജ് ഇല്ല. ഇതാണ് നമ്മുടെ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ. നമ്മൾ മാജിക് എന്നൊക്കെ പറഞ്ഞ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടു, അല്ലെ? ഇതുകൂടാതെ ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്ക്. അതിൽ ഒന്നാമത്തത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചിമ്മിനിയിലെ ഇലക്ട്രിക് ചിമ്മിനി, മോഡേൺ കിച്ചണിലൊക്കെ ഉണ്ടാവും ഇലക്ട്രിക് ചിമ്മിനി. ഈ ചിമ്മിനി വർക്ക് ചെയ്യുന്നത് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്. ഈ പുക, നമ്മുടെ സ്മോക്കിന്റെ, ഈ സ്മോക്കിന് എപ്പോഴും നെഗറ്റീവ് ചാർജ് ആണ്. സ്മോക്കിന് നെഗറ്റീവ് ചാർജ്. അപ്പൊ ചിമ്മിനിക്ക് എന്ത് ചാർജ് കൊടുത്തിട്ടുണ്ടാവും? പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ടാവും. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള സ്മോക്കിനെ അങ്ങനെ ചിമ്മിനിക്ക് അട്രാക്ട് ചെയ്യാനും പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും സാധിക്കും.
അതൊരു ആപ്ലിക്കേഷൻ. ഇനി അടുത്തത്, നിങ്ങൾ ഈ കാറിന്റെ പെയിന്റിങ് കണ്ടിട്ടില്ലേ? കാർ പെയിന്റ് ചെയ്യുന്നത്, സ്പ്രേ ചെയ്ത് കാറ് പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഈ പെയിന്റിന് ഒരു പ്രത്യേക ചാർജ് കൊടുക്കും. അതുപോലെ കാറിന്റെ ബോഡിക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് ചാർജും കൊടുക്കും. അപ്പൊ എന്തുണ്ടാവും? ഈ സ്പ്രേ ചെയ്യുന്ന ചാർജ് നന്നായിട്ട് തന്നെ ഈ നമ്മുടെ കാറിന്റെ സർഫസ് അബ്സോർബ് ചെയ്യും. അട്രാക്ഷൻ കാരണം അത് അബ്സോർബ് ചെയ്യും. ഇതൊരു ആപ്ലിക്കേഷൻ. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, നമ്മൾ പണ്ട് കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ടാങ്കർ ലോറിക്കൊക്കെ അതിന്റെ പുറകിലായിട്ടൊരു ചങ്ങല, നിലത്ത് മുട്ടുന്ന രീതിയിൽ ഒരു ചങ്ങല തൂക്കിയിട്ടുണ്ടാവും. ആ ചങ്ങല തൂക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഇങ്ങനെ പോകുമ്പോ ഫ്രിക്ഷൻ കാരണം കുറെ ചാർജ് അവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ചാർജ് ഒരിക്കലും അക്യുമുലേറ്റ് ചെയ്തിരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് പെട്രോൾ പോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയില്. അവിടെ സ്പാർക്ക് ഉണ്ടാവാനും തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ ചങ്ങല ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ട ചാർജിന് ഈ ചങ്ങല വഴി ഭൂമിയിലേക്ക് പോകാൻ പറ്റും. ഒരു ടൈപ്പ് ഓഫ് എർത്തിങ്. ഈ ചങ്ങല വഴി ഭൂമിയിലേക്ക് എസ്കേപ്പ് ചെയ്ത് പോവാൻ സാധിക്കും. ഇനി നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ എയർക്രാഫ്റ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സ്പാർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ എയർക്രാഫ്റ്റിന്റെ ഒക്കെ ടയറ് സ്ലൈറ്റ്ലി കണ്ടക്ടിങ് ആക്കാറുണ്ട്. അപ്പൊ ഈ സ്ലൈറ്റ്ലി കണ്ടക്ടിങ് ആക്കി കഴിഞ്ഞാൽ അവിടെ സ്പാർക്ക് ഒന്നും ഉണ്ടാവില്ല, കാരണം അവിടെ അക്യുമുലേഷൻ ഓഫ് ചാർജ് ഉണ്ടാവില്ല. അവിടെ ഉണ്ടാവുന്ന ചാർജ് ഒക്കെ അപ്പൊ തന്നെ ഭൂമിയിലേക്ക് പൊക്കോളും, എർത്തിങ് വഴി പൊക്കോളും. ഇതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ്, അതിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ്. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എനിക്ക് വേണം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. എന്തെങ്കിലും പോരായ്മകൾ തോന്നുകയാണെങ്കിൽ എന്നോട് പറയണം. ഈ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ശബ്ദം കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതുപോലെ ലൈറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. അടുത്ത ദിവസം കാണാം.